നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലെ തന്നെ പ്രധാന പാതയായിട്ടുള്ള ജൂബിലി റോട്ടിലാണ്. ജൂബിലി ജംഗ്ഷനിൽ നിന്നും പട്ടാമ്പി റോട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാതയാണ് ഈ ഒരു ജൂബിലി റോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിനേന ഒരുപാട് വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വാഹന യാത്രക്കാരാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ജൂബിലി റോഡിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെയേറെ ദുസ്സഹമായിട്ടുള്ളതാണ്. കാരണം മാസങ്ങളോളമായിട്ട് ഈ ഒരു റോഡ് പണി പൂർത്തിയാകാതെ വളരെ ഒരു ദുസ്സഹമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇരുചക്രവാഹന യാത്രക്കാരായാലും അതുപോലെ തന്നെ ഭക്ഷണശാലകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്പോളങ്ങളാണ് ഈ ഒരു റോട്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അവരും തന്നെ ഇപ്പോൾ ഈ ഒരു വേനലിൽ വളരെയേറെ പൊടിയുടെ ഒരു ബുദ്ധിമുട്ടും അതുപോലെ മഴക്കാലമായാൽ ഒരുപാട് ചളികളും വെള്ളവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുമാണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു റോഡിൻ്റെ പണി പൂർത്തിയാകാതെ നിൽക്കുന്നത്? നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. കഴിഞ്ഞ മുനിസിപ്പാലിറ്റിൻ്റെ ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. ഈ പുതിയ മുനിസിപ്പാലിറ്റി വന്നിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇപ്പോഴും ഈ റോഡ് പണി പഴയ മാതിരി തന്നെയാണ്. ഇവർ ചില ദിവസങ്ങളിൽ വെള്ളമടിക്കും, ഞങ്ങൾ പൊടി തിന്നിട്ട് ഞങ്ങൾ കുഴങ്ങിക്കുന്നു. ഇനി വല്ല രോഗങ്ങൾ വരുമ്പോഴാണ് കാര്യം ഇതിനെപ്പറ്റി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ കോൺട്രാക്ടർ പറയുന്നത് ഫണ്ടില്ല എന്നാണ് പറയുന്നത്. ഫണ്ട് ഇനിയിപ്പോൾ നാട്ടുകാർ പിരിച്ച് കൊടുക്കേണ്ട ഒരു സ്ഥിതി വരുമെന്നപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കി തരികയാണെങ്കിൽ അത്രയും നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഇല്ലല്ല, അവരിപ്പോൾ പിന്നെ 1.5 ഇട്ടുന്ന വെള്ളം അടിക്കുന്നത്, ചില ദിവസങ്ങളിൽ 3 പ്രാവശ്യം അടിക്കും, പിന്നെ ഉച്ച കഴിഞ്ഞാൽ വെള്ളം അടിക്കണില്ല, പിന്നെ കംപ്ലീറ്റ് പൊടിയാണ്. അപ്പോൾ ആ വീട്ടുകാരൊക്കെ പറയുന്ന പൊടി തുടച്ചുകൊണ്ട് കുഴങ്ങിയെന്ന് അവർ പറയുന്നത്. ചെറിയ കുട്ടികളാണ് അവിടെ, പിന്നെ ഇവിടെ രോഗമുള്ളൊരു ആളുണ്ട്, അയാൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ നമ്മൾ തന്നെ മാസ്ക് വെച്ചിട്ടാണ് കടയിൽ നിൽക്കുന്നത്. ഇതിപ്പോൾ എന്നാണ് ഇപ്പോൾ ഇത് റോഡ് ശരിയാവുക നമുക്ക് അറിയില്ലത് എന്നാന്നുള്ളത്. എങ്കിൽ നമ്മളിത് പൊടി തിന്ന് വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കടന്നുറങ്ങാൻ കഴിയില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടി ഇങ്ങനെ ഇതാക്കല്ലേ. പിന്നെ ഞങ്ങൾക്ക് വർക്കൊക്കെ കമ്മിയായി വരികയാണ്. അതും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും എത്രയും പെട്ടെന്ന് ശരിയാക്കി തരികയാണെങ്കിൽ വളരെ ഉപകാരം. ഞാൻ ഇതൊക്കെ ഈ കടേൻ്റെ ഓണറാണ്. മഴക്കാലത്താണെങ്കിൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പണി നടക്കൂലല്ലോ. താറ് പിടിക്കില്ല മറ്റേ. അപ്പോഴും ഇതേപോലെ ഇനിയിപ്പോൾ മഴ പെയ്യാനായി എന്താ ചെയ്യുക? അപ്പോൾ ഇതേപോലെ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് ശരിയായി തരികയാണെങ്കിൽ നമ്മൾ ആ ഉപജീവന മാർഗം നേടാം. അല്ല അപ്പോൾ വേറെ ഇഷ്ടം പണി വളരെ കമ്മിയായി പോയി. പൊടി പറഞ്ഞു കഴിഞ്ഞാൽ പൊടി സഹിക്കാൻ പറ്റാത്ത പൊടി. അപ്പോൾ ഈ റോഡിൽ കൂടെ ഇപ്പോൾ ഒരു വലിയ വണ്ടികൾ, ഇപ്പോൾ ഈവൻ രാവിലെ ആണെന്നുണ്ടെങ്കിലും വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും ബസ്സാട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിട്ടായിരിക്കും ഓരോ ബസ്സാണ് പോകണത്. അപ്പോൾ നമ്മൾക്ക് കടയിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമുക്ക് പുതിയ വണ്ടികളാണ് വരുന്നത്. ഒരു നല്ല സ്പീഡിൽ ഒരു ബസ് കാര്യങ്ങൾ എന്തെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പൊടി കാര്യങ്ങളും അടിച്ച് നമുക്കിതിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർലോക്ക് ഉണ്ടാകുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു കുണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെപ്പോഴും വണ്ടികൾ ചാടിയിട്ടോ. അപ്പോൾ നമ്മുടെ കടന് മുമ്പ് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ ആ കുണ്ടിൽ ചാടിയിട്ട് ആക്സിഡൻ്റ് ആയിരുന്നു. പിന്നെ അതവിടെ കുറച്ച് നമ്മൾ അവിടെ കല്ലും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കും. പിന്നെ ഒരു മഴ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഹെവി വണ്ടികൾ പോകുമ്പോൾ അത് പിന്നെ കുളമാവും. പിന്നെ എന്താ പറയുക, പിന്നെ മെയിനായിട്ട് ഈ പൊടി സഹിക്കാൻ പറ്റാത്ത പൊടി. അപ്പോൾ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഭയങ്കര നമുക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താ പറയുക, പിന്നെ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരിക എന്നുള്ളൊരിതാണ്. നമുക്കൊക്കെ വരുന്നതൊക്കെ പുതിയ വണ്ടികളാണ്. ഇവിടെ കല്ലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈവൻ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പണിയെടുക്കാൻ കൂടി പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ ചെക്കന്മാർ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലോ ആരാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്നും ആർക്കൊരു ആരോഗ്യം. ഇപ്പോൾ നമ്മളെ ബോസ് ഉണ്ട്, മൂപ്പര് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇങ്ങോട്ട് വരൽ തന്നെ അല്ല. അലർജി കാര്യങ്ങളായതുകൊണ്ട് ബോഡി അലർജി കാരണം മൂപ്പര് ഇങ്ങോട്ട് വരൽ തന്നെ അല്ല. വെള്ളം അടിക്കലുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കാരണം ഇപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് അറിയാലോ, കൊടും വെയിലാണ്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇതൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് വലിയ കാര്യമില്ല. പിന്നെ ഓല് വെള്ളം അടിക്കൽ തന്നെ ഇപ്പോൾ ഇന്നലെ അടിച്ചിരുന്നു, അതിൻ്റെ 2 ദിവസം വെള്ളം അടിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്നും രാവിലെ ഒരു 2 വട്ടം പോകും, പിന്നെ വൈകുന്നേരം ഒരു 2 വട്ടം പോകും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈപ്പാസ് റോഡല്ലേ. ബൈപ്പാസ് റോഡ് ഇപ്പോൾ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കുക എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഈ ഒരു റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാടായി. നിങ്ങൾ അറിയുമ്പോൾ ഈ ഒരു റോഡിലുള്ള ഒരു നിവാസിയാണ്, എത്രത്തോളം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്? നല്ല ബുദ്ധിമുട്ടുണ്ട്. പൊടി നിറഞ്ഞിട്ട് യാതൊരു ഇതും ഇല്ലാതെ ആയിക്കുന്നു. ഞങ്ങൾ
3-4 പ്രാവശ്യം അടിച്ചു വരിയാലും കൂടി അകത്ത് കിടക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. എന്നിട്ട് കട്ടനെ കൊണ്ടൊക്കെ മറിച്ചിട്ടാണ് ഇപ്പോളേ ഈ ഗ്രില്ലൊക്കെ കട്ടനെ കൊണ്ട് മറിച്ചിട്ടുണ്ട് ഉള്ളിൽ അകത്തേക്ക് കിടക്കാതിരിക്കുക. എന്നിട്ട് എന്താ കാര്യം? എന്നാലും വലിയ ഇടയിൽ കൂടിയൊക്കെ പൊടി എന്താ പറയാ, സഹായിക്കണം, വേഗം നേരാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് തോന്നണ്ടേ. വീട് മൊത്തം പൊടിയായിട്ട് വീട് മൊത്തം പൊടിയായിട്ടാണ്. എത്ര അടിച്ചിട്ടും തുടച്ചിട്ടും ഒരു കാര്യമില്ല. നേരെ ഈ ബസ്സും ലോറിയും മുഴുവൻ അതിനെയാണ് പോണത്. പിന്നെ നനയ്ക്കുന്നുണ്ട്, നനയ്ക്കുമ്പോൾ ഒരു ലേശം നേരം കുറച്ച് കുറവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെയും തുടങ്ങി. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ മതി, ഒന്നായി. ശാശ്വതമായിട്ടുള്ള കുറച്ച് നേരത്തേക്കുള്ള പരിഹാരം. അത് കഴിഞ്ഞാൽ പിന്നെയും പൊടി തന്നെ. ഇതൊക്കെ ഞങ്ങളെ എന്തുമാതിരി ഞാൻ രാവിലെ എത്രയും നൈസായതുകൊണ്ടൊക്കെ അടിച്ചു പോയി. എന്നിട്ട് എന്താ കാര്യം? പൊടി ഇങ്ങോട്ട് നിറഞ്ഞിട്ടേ ഒരു ശരണമുണ്ട്. അപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഇതിന് ഒരു പരാതി പറഞ്ഞു? നമ്മളാരോടാ പറയണേ? ഈ നമ്മളെ വോട്ട് കൊടുത്തവരോട് പറയാന്നല്ലാതെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ല. നമ്മൾ ഇങ്ങനെ തമ്മ പറയുന്നല്ലാതെ ഇപ്പോൾ നമ്മളാരോടാ പറയുക? എനിക്കറിയില്ല. അതെ, ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അല്ലാതെ രക്ഷയില്ല. അവർക്ക് തോന്നണ്ടേ നേരെയാക്കി തരാൻ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. മന്ത്രിമാരാണ് വോട്ട് ചെയ്തിട്ട് കാര്യം, അവരവരുടെ വീട്ടിലാണ് പോകും ആര് വെച്ചാലും. ഞാൻ 2 കുട്ടികളുണ്ടേ, അവൾക്കൊക്കെ ബുദ്ധിമുട്ട് തന്നെ. ഈ എപ്പോഴും ഈ പൊടിങ്ങളായിട്ടുള്ളതായി ഒന്നും മുറ്റത്തേക്ക് ഇറങ്ങാനും കൂടി വഴിയില്ലാതെ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീൻ്റെ, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീൻ്റെ. എന്നിട്ട് എന്താ കാര്യം? ആരോഗ്യകരമായിട്ടും ബുദ്ധിമുട്ടുണ്ട്, നല്ലോണം ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ശ്വാസം മുട്ടലും ഇതൊക്കെ ഉണ്ടാവും. പൊടി കയറിയിട്ടേ പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ല, ഉള്ളിലടച്ചിരുന്നാൽ തന്നെ പൊടിയാണ്. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.